നമസ്കാരം, വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 48 മണിക്കൂറിന് മുൻപ് ഞങ്ങളുടെ ചാനലിൽ വന്ന ന്യൂസ് മലയാള മാധ്യമങ്ങളിൽ വരുന്നത് കഷ്ടിച്ച് 5-6 മണിക്കൂർ മുമ്പാണ്. ചുരുക്കത്തിൽ ലോകത്തിലെ പ്രധാന സംഭവങ്ങൾ, അതായത് മനുഷ്യവംശത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ വിവരങ്ങൾ ഞങ്ങളാണ് ആദ്യം റിപ്പോർട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ്. ഏകദേശം 48 മണിക്കൂർ മുമ്പ്, അതായത് 2 ദിവസം മുമ്പ് ഞങ്ങൾ ചെയ്ത ഒരു വീഡിയോ, അതായത് ഈ ഭീകര സത്യം മലയാളി അറിഞ്ഞില്ല എന്നുള്ള ടൈറ്റിലിൽ ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിനകത്ത് പറഞ്ഞേക്കുന്ന ഇതാണ്: അമേരിക്കയുടെ ഗവൺമെൻറ് ഷട്ട് ഡൗൺ ചെയ്യുന്നു. അതിൻ്റെ ശരിക്കും പ്രായോഗിക വശമാണ് ഞങ്ങൾ പ്രധാനമായിട്ടും മുന്നിലേക്ക് കൊണ്ടുവന്നിരുന്നത്. അതായത് അമേരിക്കൻ ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ പണമില്ലാത്തതുകൊണ്ട് അവർക്ക് നിർബന്ധിത ലീവ്, അതായത് ശമ്പളമില്ലാത്ത ലീവ് അനുവദിച്ചു പുറത്ത് കളയുന്നു, അമേരിക്കൻ ഗവൺമെൻറ് അടച്ചു പൂട്ടുന്നു എന്നൊക്കെയുള്ള ആ ന്യൂസ് ഞങ്ങൾ ഈ ചാനലിലൂടെ പറഞ്ഞത് ഏകദേശം 48 മണിക്കൂറിന് മുമ്പാണ്, 2 ദിവസം മുമ്പാണ്. പക്ഷേ ഇപ്പോൾ മലയാള മാധ്യമങ്ങൾ ഇപ്പോഴാണ് ഉണർന്നു വരുന്നത്. അപ്പം ചുരുക്കത്തിൽ മനോരമയിലും മാതൃഭൂമിയിലും ഏഷ്യാനെറ്റിലും ഒന്നും കഴിഞ്ഞ 48 മണിക്കൂർ മുമ്പ് വരേണ്ടിയിരുന്ന ന്യൂസ് അവർക്ക് അത് നിങ്ങളിൽ എത്തിക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞങ്ങളുടെ ചാനലിൻ്റെ പ്രസക്തി ദയവായി മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ദയവായി മനുഷ്യവംശത്തിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന നിർണായകമായ വാർത്തകൾ ആദ്യം അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് മാത്രമല്ല, ഈ ഒരു രാജ്യം തകരുന്നു, ഇപ്പോൾ ശ്രീലങ്ക തകർന്നു, അല്ലെങ്കിൽ നേപ്പാൾ തകർന്നു, അമേരിക്ക തകർന്നു എന്നൊക്കെ പറയുന്ന ന്യൂസൊക്കെ റിപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്, മറിച്ച് ഈ തകർച്ചയ്ക്ക്, അതായത് ലോക സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായും തകരുന്നു. അത് മാസങ്ങളായല്ല, വർഷങ്ങളായിട്ട് തന്നെ ലോകത്തിലെ സാമ്പത്തിക വിദഗ്ധരെല്ലാവരും പറയുന്നു ലോകം തകരുമെന്ന്. ഓക്കെ, പക്ഷേ അതിനുള്ളൊരു സൊല്യൂഷൻ ഇവർക്ക് ആർക്കും തരാൻ പറ്റുന്നില്ല. ഒരു ഏഷ്യാനെറ്റിനും പറ്റത്തില്ല, ഒരു മനോരമയ്ക്കും പറ്റത്തില്ല, മാതൃഭൂമിക്കും പറ്റത്തില്ല. അത് വെളിച്ചം ചാനൽ മാത്രമാണ് ലോകത്ത്. ശ്രദ്ധിക്കുക, ആ വേടി ശ്രദ്ധിക്കുക. ലോകത്ത് BBC-ക്കും CNN-നും ഫോക്സ് ന്യൂസിനും ഒന്നും ഈ തകർച്ചയുടെ ന്യൂസ് തരാമെന്നല്ലാതെ, അതുപോലെ തന്നെ ഓരോ രാജ്യങ്ങളിൽ നടക്കുന്ന കലാപങ്ങളുടെ വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ അറിയാവുന്ന എന്നല്ലാതെ ഇതിനൊക്കെയുള്ള സമ്പൂർണവും ശാശ്വതവുമായ ഒരു സൊല്യൂഷൻ, പ്രശ്നപരിഹാരം നിർദ്ദേശിക്കാൻ ഈ ചാനലുകൾക്കോ സാമ്പത്തിക വിദഗ്ധർക്കോ ലോകരാഷ്ട്ര നേതാക്കൾക്കോ ഒന്നും കഴിയുന്നില്ല. വിനയത്തോടെ തന്നെ ഞങ്ങൾ പറയട്ടെ, അത് ഞങ്ങൾക്ക് മാത്രമേ കഴിയുന്നുള്ളൂ. അത് ഈ പറയുന്ന ആൾക്ക് ഞങ്ങൾ മാറി നിൽക്കാം, ഒരു പ്രശ്നമില്ല. ഞങ്ങൾക്ക് ഒരു ഈഗോയും ഇല്ല, ഒരു ദുരഭിമാനവും ഇല്ല. വേറെ ആരെങ്കിലും ഈ ദൗത്യം ഏറ്റെടുക്കുകയാണെങ്കിൽ, ഈ നിയോഗം ഏറ്റെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ മാറി നിൽക്കാം. ഞങ്ങളുടെ ലക്ഷ്യം ഇതെന്നേ ഒരെണ്ണേ ഉള്ളൂ: ലോകത്തിലെ മനുഷ്യവംശം ഇന്ന് സമ്പദ് വ്യവസ്ഥ സമ്പൂർണ്ണമായിട്ടും തകർന്ന് കടക്കെണിയിൽപ്പെട്ടിരിക്കുകയാണ്. 30,000 ലക്ഷം കോടി രൂപയാണ് ലോകത്തിലെ മൊത്തം രാജ്യങ്ങളുടെ കടം. ഇത് 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം എന്ന് ഞങ്ങൾ പറയുന്നു. കറൻസി രഹിത വ്യവസ്ഥ എന്ന ആശയം ഇംപ്ലിമെൻ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പ്രശ്നങ്ങൾ, കടക്കെണി എന്നുള്ള പ്രശ്നങ്ങൾ, അതായത് ലോക രാജ്യങ്ങളുടെ മൊത്തം ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്ന് പറയുന്നത് 328% കവിഞ്ഞു എന്ന് ഒഫീഷ്യലായിട്ടും അൺഒഫീഷ്യലായിട്ട് 375
ശതമാനവും ആയി ഡെപ്റ്റ് ടു GDP റേഷ്യോ എന്നുള്ള അനൗദ്യോഗിക വിവരവും നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ അതൊക്കെ വെച്ച് ഞങ്ങൾ പറയുന്നു ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം അശാസ്ത്രീയമാണ്. അത് സമ്പൂർണ്ണമായും കൊളാപ്സ് ചെയ്തു. അതിൻ്റെ പ്രായോഗികമായിട്ടുള്ള വശങ്ങളിലേക്ക് ലോകം കടക്കുകയാണ്. ശ്രീലങ്ക തകർന്നു, നേപ്പാൾ തകർന്നു, ഇപ്പോൾ അമേരിക്കയും തകർന്നിരിക്കുന്നു. അവിടുത്തെ ഗവൺമെൻറ്റിൻ്റെ കാശില്ല, ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം കൊടുക്കാൻ കാശില്ല. അങ്ങനെയുള്ള അവസ്ഥയാണ് ലോകത്ത്. ഇത് ഞങ്ങൾ 17 കൊല്ലം മുമ്പ് പറഞ്ഞാണ് ഈ സിസ്റ്റം വീഴും, ഇത് അശാസ്ത്രീയമാണ് എന്ന് പറഞ്ഞിട്ട് ആർക്കും ചെവിക്കൊള്ളാനൊന്നും പറ്റിയില്ല. ഓക്കെ, ഞങ്ങൾക്ക് യാതൊരു ധൃതിയില്ല, പരാതിയില്ല. കാരണം ഞങ്ങൾ ഇവിടെ ഇരുന്ന് പറയുന്നത് മനുഷ്യരാരും കേട്ടില്ലെങ്കിലും പ്രപഞ്ചശക്തി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ നാട്ടുകാർക്ക് അതിനെക്കുറിച്ച് വലിയ പിടിയില്ല. ആ പ്രപഞ്ചശക്തി കേൾക്കുന്നുണ്ട്. അത് ഓരോ സാഹചര്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലേക്ക് ഒരുക്കി തരുന്നുണ്ട്. നിമിത്തങ്ങളിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നത് ഞങ്ങൾ മുന്നോട്ട് വച്ചിരിക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ എന്ന് പറയുന്ന ആശയം പ്രപഞ്ചശക്തി സപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇത് 2000 സാമ്പത്തിക വിദഗ്ധർ അംഗീകരിച്ചതാണ്. കൂടാതെ ലക്ഷക്കണക്കിന് വ്യക്തികളും ജനങ്ങളുടെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ല, ഞങ്ങൾക്ക് ഒരു ധൃതിയില്ല. ഈ പ്രശ്നത്തിന്, അതായത് കടക്കെണി എന്ന് പറയുന്ന ഒരു പ്രശ്നത്തിന് സമ്പൂർണവും ശാശ്വതവുമായിട്ടുള്ള ഒരു പരിഹാരം വേറെ ആരെങ്കിലും നിർദ്ദേശിക്കുകയാണെങ്കിൽ ഞങ്ങൾ മാറിത്തരാം, ഒരു പ്രശ്നവുമില്ല. ഓക്കെ, ഞങ്ങളെക്കാൾ ബുദ്ധിയുള്ളവരാണ് നിങ്ങളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കോൺഫിഡൻ്റായിട്ട് പറയുന്നു. നിങ്ങൾ ഓരോരുത്തരും ഓരോ ആശയങ്ങൾ പറയുക. കാര്യം സാമ്പത്തിക വിദഗ്ധന്മാർക്കൊന്നും അറിയത്തില്ല, എന്തോ ചെയ്യണമെന്ന് അറിയില്ല. ഓക്കെ, അതായത് ഡെപ്റ്റ് ടു GDP റേഷ്യോ അൺഒഫീഷ്യലി പറയുമ്പോൾ ഏതാണ്ട് 375% കടന്നിരിക്കുന്നു. 90% പാടുള്ളൂ. ഓക്കെ, അതായത് സാമ്പത്തിക വിദഗ്ധർ പറയുന്നത് 100 രൂപ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ 90 രൂപയെ കടമെടുക്കാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ 375 രൂപ വരെ കടമെടുത്തിരിക്കുകയാണ് ലോകരാജ്യങ്ങൾ. അതായത് സമ്പൂർണ്ണമായും ഈ കറൻസി ബേസ്ഡ് സിസ്റ്റം തകർന്നു. മനസ്സിലാക്കുക. ഇനി ഇതിട്ട് പിടിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും എല്ലാം കൂട്ടത്തോടെ തകരുമെന്നല്ലാതെ ഇതിന് ഈ സിസ്റ്റത്തിൽ ഒരു സൊല്യൂഷനും ഇല്ല. അത് തെളിഞ്ഞു കഴിഞ്ഞാണ് നൂറ്റാണ്ടുകളായിട്ട്. അപ്പോൾ ആരെങ്കിലും ഒരാൾ ഇതിനൊരു വേ ഔട്ട്, ഒരു സൊല്യൂഷൻ പറയാം, ഞങ്ങൾ മാറി നിൽക്കാം, പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ആരെയും നമ്മൾ ശല്യപ്പെടുത്തത്തില്ല. പക്ഷേ അങ്ങനെ മുന്നോട്ട് വരാൻ ഒരാളും ഇല്ല, ആർക്കും അറിയില്ല. ഞങ്ങൾ മുന്നോട്ട് വെച്ചേക്കുന്ന കറൻസി രഹിത വ്യവസ്ഥ നടപ്പിലായാൽ 1 സെക്കൻഡ് കൊണ്ട് ലോകത്തിലെ 30,000 ലക്ഷം കോടി രൂപയുടെ മൊത്തം കടം, ലോകരാജ്യങ്ങളുടെ മൊത്തം കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. അമേരിക്കയുടെ $37 ട്രില്യൺ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ഇന്ത്യയുടെ 335 ലക്ഷം കോടി രൂപയുടെ കടം 1 സെക്കൻഡ് കൊണ്ട് തീർക്കാം. ലോകത്തിൻ്റെ GDP പോട്ടെ, ഇന്ത്യയുടെ GDP വർധനവിൻ്റെ ശതമാനം ഏറ്റവും കുറഞ്ഞത് 50% മുതൽ 500% വരെ ആക്കാം. 1 രൂപ ചെലവില്ലാതെ വെറും 100 ദിവസം കൊണ്ട് ലോകം സമൃദ്ധമാക്കാം. ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്. ഇതൊക്കെയാണ് മലയാളികൾ അവോയ്ഡ് ചെയ്യുന്നത്. പക്ഷേ മലയാളികൾ എത്ര പേര് വേണമെങ്കിലും അവോയ്ഡ് ചെയ്തിട്ട് ഞങ്ങളെ എന്താ പറയുക, തലയ്ക്ക് സ്ഥിരമില്ലാത്തവരെന്നൊക്കെ വേണമെങ്കിൽ വിളിച്ചോ, ഒരു പ്രശ്നമില്ല. പക്ഷേ കേൾക്കേണ്ട ശക്തികൾ കേൾക്കുന്നുണ്ട്, ഞങ്ങൾക്ക് സപ്പോർട്ട് തരുന്നുമുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നത് ഒരു പൂവിറുക്കുന്ന ലാഘവത്തോടെ ലോകത്ത് കറൻസി രഹിത വ്യവസ്ഥ ഇംപ്ലിമെൻ്റ് ചെയ്യപ്പെടും എന്ന് തന്നെയാണ്. കാരണം അതിനു വേണ്ടിയുള്ള സാഹചര്യം പ്രപഞ്ചശക്തി ഒരുക്കിത്തരും എന്ന് തന്നെ ഞങ്ങൾ ശക്തമായി വിശ്വസിക്കുന്നു.
ഓക്കെ, ഞങ്ങളെക്കുറിച്ച് എന്ത് വേണമെങ്കിലും പറഞ്ഞു, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ ഈ പറഞ്ഞ ഇതുപോലുള്ള വിഷയങ്ങൾ ചിന്തിക്കാൻ സമയമില്ലാത്തവരും സാമൂഹ്യ ബോധമില്ലാത്തവരും ഞങ്ങളെ പരിഹസിച്ചാലും ഏത് തരത്തിൽ അപഹസിച്ചാലും ഞങ്ങൾ കാര്യമാക്കുന്നില്ല. ഞങ്ങൾക്ക് കിട്ടാനുള്ള സപ്പോർട്ട് പ്രപഞ്ചശക്തി തരുന്നുണ്ട്. എന്തായാലും കറൻസി രഹിത വ്യവസ്ഥയെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവർ കറൻസി രഹിത വ്യവസ്ഥ എന്ന് മലയാളത്തിലോ കറൻസി ഫ്രീ സിസ്റ്റം എന്ന് ഇംഗ്ലീഷിലോ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ വീഡിയോസ് കിട്ടും. അതിൽ പ്രധാനപ്പെട്ട വീഡിയോ ഡോക്ടർ മാർട്ടിൻ പാട്രിക് സാറാണ് ചെയ്തേക്കുന്നത്. അദ്ദേഹത്തിൻ്റെ തന്നെ യൂട്യൂബ് ചാനലിൽ അദ്ദേഹം കറൻസി രഹിത വ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെട്ട് 3 വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കാണാൻ ശ്രമിക്കുക. അതൊക്കെ തീർച്ചയായിട്ടും ശാസ്ത്രീയമായി വിലയിരുത്തി ഞങ്ങൾ പറയുന്നതിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയാൽ മാത്രം ഞങ്ങളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പറ്റുമെങ്കിൽ ഞങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഞങ്ങളുടെ വാട്സാപ്പ് നമ്പർ 9847291363. ഞാൻ ജീസസ് സാംബശിവൻ, കാർത്തികൻ വി സാംബശിവൻ്റെ 3ാമത്തെ മകനാണ്. തൽക്കാലം വിടവാങ്ങുന്നു. നമസ്കാരം, ശുഭദിനം.